നാരായണ 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 പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനുന്തേ ചരിതൈസ്ത്വദീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. വാഴകു ശ്രീശൗനക ഉവാച ഹത്വാ സ്വരിക്തസ്പൃഹ ആതതായിനോ യുധിഷ്ഠിരോ ധർമ്മഭൃതാം വരിഷ്ഠ സഹാനുജൈഃ പ്രത്യവരുദ്ധഭോജന കഥം പ്രവൃത്ത കിമകാർഷീത്തത. സൂത ഉവാച വംശം കുരോർവംശ ദവാഗ്നിനിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോ ഹരി നിവേശയിത്വാ നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. നിശമ്യ ഭീഷ്മോക്തം അഥ അച്യുതോക്തം പ്രവൃത്തവിജ്ഞാനവിധൂതവിഭ്രമ ശശാസഗാം ഇന്ദ്രയിവാജിതാശ്രയ പരിധ്യുവാന്താം അനുജാനുവർത്തിത. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം വ്യാസോൽപ്പത്തി. വ്യാസൻ ഭാഗവതം രചിച്ചത്, വ്യാസന് ഭാഗവതം രചിക്കാൻ നാരദൻ പ്രോത്സാഹനം നൽകിയത് ഒക്കെ നമ്മളിപ്പോൾ സാക്ഷാൽ ശ്രീ വ്യാസനിൽ നിന്ന് തന്നെ കേട്ടു. അത് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ വെറും ഒരു പേര് പരാമർശിക്കലല്ല, അദ്ദേഹത്തിൻ്റെ ഭാരതാദി പുരാണങ്ങളിലുള്ള അറിവും അവയുടെ പരസ്പരമുള്ള ഘടനകളുമൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു തന്നു. ബ്രഹ്മാവ് നാരദനും, നാരദൻ വ്യാസനും, വ്യാസൻ ശ്രീശുകനും, ശ്രീശുകൻ പരീക്ഷത്തിനും, പരീക്ഷത്തിന് ശ്രീശുകൻ ഉപദേശിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് കേട്ട സൂതൻ ശൗനകാദികൾക്കും കൊടുത്ത ആ പാരമ്പര്യം വളരെ മനോഹരമായിട്ട് ഇവിടെ അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തന്നു. അപ്പോൾ നമുക്ക് നമ്മളിൽ നിന്ന് തുടങ്ങുമ്പോൾ സംശയമില്ല, എവിടുന്ന് കിട്ടി ഈ ഭാഗവതം എന്ന് ചോദിച്ചാൽ, അന്ന് ആദ്യം ബ്രഹ്മാവിനും, ബ്രഹ്മാവ് നാരദനും, നാരദൻ വ്യാസനും, വ്യാസൻ ശ്രീശുകനും, ശ്രീശുകൻ പരീക്ഷത്തിന് കൊടുക്കുമ്പോൾ ഒപ്പം ഇരുന്ന സൂതനും, സൂതൻ ശൗനകാദികൾക്കും എന്ന പാരമ്പര്യം 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 പരമ്പരകളുടെ 18 പടികൾ വിജയം ഉദീരണം ചെയ്യുന്ന, ജയം ഉദീരണം ചെയ്യുന്ന 18 പടികളിൽ കൂടിയാണ് നമുക്ക് 18 പുരാണങ്ങളും ലഭിച്ചത് എന്ന് മനസ്സിലാക്കാം. ആ പാരമ്പര്യത്തിൻ്റെ പടവുകൾ ഇവിടെ മനോഹരമായിട്ട് പരാശര്യൻ അന്ന് അവതരിപ്പിച്ചതുപോലെ ഇപ്പോൾ വീണ്ടും ഇദ്ദേഹം അവതരിപ്പിച്ചു, നമുക്ക് കേൾപ്പിച്ചു തന്നു. ഇനി പറയാനുള്ളത് രാവിലെ നമ്മൾ കേട്ടു കഴിഞ്ഞതാണല്ലോ, സാക്ഷാൽ ഭീഷ്മസ്തുതിയും മറ്റു കഥകളുമൊക്കെ.
മൂർക്കന്നൂർ ഹരിയും തുടർന്ന് ഉള്ള പ്രഭാഷകനും ഒക്കെ നമുക്കത് വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ഇനി കേൾക്കാനുള്ളത് വ്യാസൻ പറഞ്ഞത് പാരമ്പര്യമായിട്ട് പകർന്നത് ഇപ്പം കേട്ടതുകൊണ്ട് ഇനി ഭഗവാന്റെ ഭീഷ്മരുടെ ഉപദേശവും അതുപോലെയുള്ള പരമ്പരകൾക്ക് വേണ്ടുന്ന നിർദ്ദേശവും ധർമ്മപുത്രനെ ഏൽപ്പിച്ച് അദ്ദേഹം പോയതോടെ ഭഗവാന് ഗുരുവായൂരപ്പന് ശ്രീകൃഷ്ണ ഭഗവാനും വളരെ വലിയ ഒരു കടമ പൂർണ്ണമായി ഭംഗിയായി എന്ന് സ്വയം തോന്നി. എന്താ അത്? ഗീതോപദേശം യുദ്ധക്കളത്തിൽ വെച്ച് പറഞ്ഞതായതുകൊണ്ട് അത് പോരാ. ഒന്ന് നേരാംവണ്ണം ഒരു ഉപദേശം കൊടുക്കണം. നേരാംവണ്ണം ഉപദേശം കൊടുക്കാൻ പറ്റിയ ആളെ ഭഗവാൻ തിരഞ്ഞെടുത്തു. അത് നമ്മൾ കേട്ടു. ധർമ്മപുത്രർക്കാണ് അദ്ദേഹം ഉപദേശം കൊടുത്തത്. ആര്? ഭീഷ്മർ. ഇപ്പം പറഞ്ഞു കേട്ടുല്ലോ, ഭീഷ്മ 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 എന്ന ശബ്ദം കൊണ്ട് ആരെയാണോ ലോകം മുഴുവനും ഒരേ സമയം വാഴ്ത്തിയത്, 14 ലോകത്തു നിന്നും ആ ശബ്ദം ഭീഷ്മരുടെ പ്രതിജ്ഞയുടെ സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി എന്ന ആ പ്രതിജ്ഞയുടെ പ്രതിധ്വനി അലയടിച്ചുകൊണ്ടേയിരുന്നു. അത് ഭഗവാനും തൃപ്തിയായി. അവിടുന്നാണല്ലോ സാക്ഷാൽ സത്യസ്വരൂപൻ, ഭാഗവതസ്വരൂപനായ സത്യസ്വരൂപനായ ഭഗവാന് ഭീഷ്മരിൽ കൂടെ അതിൻ്റെ പൊരുള് വളരെ 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 എളുപ്പത്തിൽ സാധാരണക്കാർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത് ലോകത്ത് നിലനിൽക്കും എന്നെന്നും എന്ന് തോന്നി. അതാണ് ഇവിടെ പറഞ്ഞത്. ഭീഷ്മരിൽ കൂടെ വന്ന ആ ഉപദേശം യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവ. യുധിഷ്ഠിരനുള്ളതായെങ്ങാണെങ്കിലും ഹരി പ്രീതമനാ ബഭൂവ. പിന്നത്തെ ശ്ലോകത്തിൽ ആദ്യം പറയണത് അതാ. സന്തോഷമായത് ഭഗവാനാ. എന്താ അത്? ധർമ്മപുത്രൻ അങ്ങനെ സ്വയം പിറുപിറുക്കുക. എന്താ ചെയ്യുക? എനിക്ക് അനവധി അധർമ്മം ചെയ്യേണ്ടി വന്നു. ധർമ്മപുത്രൻ എന്ന പേര് എന്തിനാ? യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ എന്നൊക്കെ എനിക്ക് പേരിട്ടതാവോ? യുദ്ധത്തിൽ നന്മയുടെ വശത്ത് സ്ഥിരമായി നിൽക്കാൻ എനിക്കത് പറ്റിയിട്ടുമില്ല. ധർമ്മപുത്രൻ എന്ന പേര്, ധർമ്മത്തിൽ സ്ഥിരതയില്ല. അങ്ങനെയുള്ള ആളാത്രേ ധർമ്മപുത്രൻ. സ്വയം പഴിക്കുക അദ്ദേഹം. പേരും എൻ്റെ അനുഭവം കൂടി അങ്ങോട്ടൊരു യോജിപ്പില്ല. ഇപ്പം അതെ ഭീഷ്മർ പറഞ്ഞപ്പോൾ നിശമ്യ ഭീഷ്മോക്തം അഥാച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ ശശാസകാം. വിജ്ഞാന വിധൂത വിഭ്രമ. അറിവുകൾ അവിടെയും ഇവിടെയും ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ അതാ ശരിക്ക്, അതെ, ഇതാ ശരിക്ക്, അതെ, ഇങ്ങനെയാ ശരിക്ക്, അതെ. ഇപ്പം നമ്മൾ മഹാഭാരതം ഒന്ന് വായിച്ചു നോക്കൂ, അപ്പം അറിയാം ഏതാപ്പോൾ ഞാൻ ഇന്നെടുക്കേണ്ടത്. ആകെ നമുക്ക് കൺഫ്യൂഷനാവും തീർച്ചയാണ്. കാരണം ധർമ്മപുത്രൻ ചോദിക്കുന്നതും അതിന് ഭീഷ്മർ മറുപടി പറയുന്നതും വളരെ യോജിപ്പാവുന്നുണ്ട്. അതുപോലെയുള്ള ചോദ്യോത്തരങ്ങൾക്ക് നമുക്ക് സാക്ഷിയാവാൻ പറ്റണില്ല. എന്താ അത്? മഹാഭാരതം വായിച്ചവർക്കൊക്കെ അറിയാം. കോടുക്കല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ അത് തർജ്ജമ ചെയ്തതിൽ ഓരോന്നും പറയണു. ഇതിനുദാഹരണമായി ചൊല്ലാറുണ്ട് ഈ പഴങ്കഥ, ഇതിനുദാഹരണമായി ചൊല്ലാറുണ്ട് ഈ പഴങ്കഥ. ഏത് തത്വം വിശദീകരിക്കാനും ഭീഷ്മര് ധർമ്മപുത്രനോട് പറയണു, ഉണ്ണി ഇതിനൊരു കഥ ഞാൻ പറയാം. എല്ലാറ്റിനും കഥയാണ്, എല്ലാറ്റിനും കഥ. അങ്ങനെ കഥകൾ പറഞ്ഞ് മഹാഭാരതത്തിലെ ശാന്തിപർവം നോക്കാൻ സാധിച്ചവർക്ക് മനസ്സിലാവും അവിടെ ഭീഷ്മോക്തം, ഭീഷ്മർ പറഞ്ഞതും അവസാനം കൃഷ്ണൻ എന്നോട് ഇതിനു മുമ്പൊക്കെ പറഞ്ഞതും ശരി തന്നെയാട്ടോ. ഭീഷ്മർ പറഞ്ഞത് തന്നെയാണ് അന്ന് കൃഷ്ണനും പറഞ്ഞത്, കൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ ഭീഷ്മരും പറഞ്ഞത്. പക്ഷേ കൃഷ്ണൻ പറയുമ്പോൾ
അതൊക്കെ എന്നെ ഇങ്ങനെ പൊക്കി പറയാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക എന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇപ്പോൾ ഭീഷ്മരും കൂടി അത് തന്നെ പറഞ്ഞപ്പോഴേ തീർച്ചയായി നിശമ്യ ഭീഷ്മോക്തം അധ അച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ. വിജ്ഞാനങ്ങൾ അവിടുന്നും ഇവിടുന്നും പലരും പറയണ കേൾക്കുമ്പോൾ സംശയം കൂടി വരല്ലാതെ ഉറപ്പ് വരണില്ല. ഭീഷ്മർ പറഞ്ഞപ്പോൾ ഭീഷ്മരുടെ ഉറപ്പിൻ്റെ ശക്തി കൊണ്ട് സത്യം പരം ധീമഹി എന്ന് അദ്ദേഹം എന്നേ പ്രഖ്യാപിച്ചതുകൊണ്ട് അത് കേൾക്കണ ആൾക്കും ബോധ്യമായി. എന്ത് ഭഗവാൻ പറഞ്ഞതും ഭീഷ്മർ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. എനിക്കത് രണ്ടും രണ്ടാണെന്ന് തോന്നി. ഭീഷ്മർക്ക് ഇപ്പം എന്നെ പുകഴ്ത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ് ഭീഷ്മരും പറഞ്ഞത്. ആവോ പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമങ്ങളൊക്കെ മാറി യുധിഷ്ഠിരൻ പ്രീതമനാബഭൂവ. യുധിഷ്ഠിരൻ പ്രീതമനസ്സായപ്പോൾ ദാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും പരീക്ഷിത്തെ അല്ലെങ്കിൽ സൂതൻ ശൗനകാദികളോട് പറയണു, ശൗനകാദികളെ ധർമ്മപുത്രനും പ്രീതമനാബഭൂവ ഭവഭാവനോ ഹരി പ്രീതമനാബഭൂവ. രണ്ടാൾക്കും സന്തോഷം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേ, എന്നാലേ ഇനി ഞാൻ യാത്രയായിക്കോട്ടെ. ഞാൻ പോവാൻ പുറപ്പെട്ടപ്പോഴാണ് വലിയേട്ടൻ ആകെ അസ്വസ്ഥനായി കണ്ടതും വലിയേട്ടൻ്റെ അസ്വസ്ഥത മാറ്റാൻ ഞാൻ ഭീഷ്മരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതും. മുത്തച്ഛൻ വയ്യാണ്ട് കിടക്കണയിടത്തുനിന്നാണെങ്കിലും തലയൊക്കെ പൊക്കി പിടിച്ച് സന്തോഷം, ധർമ്മപുത്ര എൻ്റെ അടുത്ത് വന്നിരിക്കുമോ, എനിക്ക് കൃഷ്ണനെയും തന്നെയും ഒരേപോലെ കാണണം, അടുത്തടുത്ത് കാണണം എന്ന് പറഞ്ഞ് തൻ്റെ മുഖത്തേക്കും ധർമ്മപുത്രൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് മുത്തച്ഛൻ മേലൊക്കെ കൂർത്ത് മൂർത്ത ശരങ്ങളേറ്റ് മലന്ന് കിടന്നിരുന്ന ഭീഷ്മർ ഉപദേശം നൽകണം. അങ്ങനെ കിടന്നുകൊണ്ടാണ്. വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ കരിക്കും വെള്ളം മറ്റേ വെള്ളവും മറിച്ചേ വെള്ളം എന്നും പറഞ്ഞുകൊണ്ട് അനവധി പാനീയങ്ങൾ പാവം വയസ്സിന ചാവാൻ കിടക്കുന്ന ആളല്ലേ കൊടുത്തേക്കാന്ന് വിചാരിച്ച് കൊണ്ടുവന്നപ്പോഴേക്കും അർജുനൻ ഭൂമിയിലേക്ക് ഒരു അമ്പ ചെയ്ത് സ്വന്തം അമ്മ ഗംഗാദേവി. നമ്മൾ ആലോചിച്ച് നോക്കൂ ആ ഔചിത്യം. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് തൻ്റെ മകൻ്റെ വായയിൽ വെള്ളമൊഴിച്ചു കൊടുത്തു. നമ്മൾ പറഞ്ഞില്ലേ ഗാംഗേയൻ ഗംഗാദത്തൻ. അപ്പോൾ അത് അർജുനൻ്റെ ഔചിത്യമാണ്. എവിടുന്നാണ് വെള്ളം കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞ് ദുര്യോധനം കാട്ടിക്കൂട്ടിയ ബഹളങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ നിലത്തേക്ക് ഒരു അമ്പങ്ങട അയച്ച് അതിൽ നിന്ന് വന്ന വെള്ളം ഭീഷ്മരുടെ വായിലേക്ക് എത്തിച്ചത് അർജുനനാണെങ്കിൽ അതാണ് ഔചിത്യം. അമ്മ വന്ന് മരിക്കാൻ കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയ മകൻ്റെ വായിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കണ പോലെയായില്ലേ ഗാംഗേയൻ ഗംഗാദത്തൻ ആയ ഭീഷ്മർക്ക് അടിയിൽ നിന്ന് ഗംഗ വന്ന് വെള്ളമൊഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ അർജുനൻ്റെ അമ്പയുന്നതിൻ്റെ ആ സന്ദർഭോചിതമായ ഔചിത്യ ദീക്ഷ അത് കണ്ടുപിടെ. അതുകൊണ്ടൊക്കെയാണ് പ്രീതമനാബഭൂവ ഭഗവാന് സന്തോഷം സന്തോഷം സന്തോഷം. എന്താ അത്? ഭവഭാവനോ ഹരി. അവിടുന്ന് ശ്രീഹരിയാണ്. അപ്രീതി ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുണ്ടായാൽ അത് മുൻകൂട്ടി അറിഞ്ഞ ഹരി അതിനെ ഹരിച്ചെടുക്കും. എല്ലാവർക്കും പ്രീതിയാണ്, എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവർക്കും കൃതാർത്ഥതയാണ്, എല്ലാവർക്കും ഇതിങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് തോന്നിക്കും. അതാണ് അർജുനൻ്റെ ഔചിത്യം. അത് കണ്ടു ഭഗവാൻ യാത്ര ചോദിക്കുകയായി ധർമ്മപുത്രനോട്. ഭീഷ്മർ പറഞ്ഞ് അവിടുത്തേക്ക് സമാധാനമായി സന്തോഷമായി. ഇനി എനിക്ക് പോവരുത്, ഭീഷ്മരുടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിക്കേണ്ടതും കൂടി തൻ്റെ ചുമതലയാണ്. അതൊക്കെ ചെയ്യിച്ചു പോരാ. ലോകരെല്ലാവരും അത് ഭഗവാൻ ഇത്തിരി ആവശ്യമാണ്. അത്ഭുതം അത്ഭുതം അത്ഭുതം. എന്താ അത്? മരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം കേട്ടോ, മരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം, മരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മരിക്കണം എന്ന് ഓരോരുത്തരും കൊതിച്ചു എന്നാണ്. മരിക്കാൻ കൊതിക്കുക എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭീഷ്മരുടെ മരണം അതായി, ഇങ്ങനെ മരിക്കണം എന്ന് ലോകത്തിന് ഒരു ഒന്നാന്തരം മരണം കൂടി കാഴ്ചവെച്ചിട്ടാണ് ആ മഹാനുഭാവൻ ഭീഷ്മർ കണ്ണടച്ചത്. ശാന്തനവൻ,
പഴയ ശാന്തനവൻ, ശന്തനുവിൻ്റെ പുത്രൻ എന്നും ശാന്തനാണ്. പക്ഷേ നല്ലോണം ക്ഷോഭിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ശാന്തനവൻ തൻ്റെ പേര് പാകപ്പെടുത്തി ശാന്തനായി തന്നെ ഇരുന്നു, ക്ഷോഭിക്കേണ്ടടുത്ത് പോലും ക്ഷോഭിക്കാതെ. അതിന് പാഞ്ചാലിയെ പോലെയുള്ളവരൊക്കെ അലമുറയിട്ട് കരഞ്ഞിട്ടുണ്ട്. ഭീഷ്മർ ക്ഷോഭിക്കേണ്ട സമയത്ത് ക്ഷോഭിച്ചില്ല, ആയുധെടുക്കേണ്ട സമയത്ത് ആയുധെടുത്തില്ല, നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ല. കാരണവരായിട്ട് എന്താ കാര്യം? കുടുംബത്തിലെ കാരണവർ വേണ്ട സമയത്ത് അധികം ശാന്തത, അധികം പക്വത സ്വീകരിച്ചു. പാഞ്ചാലി മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഒരക്ഷരം ഭീഷ്മർക്ക് മറുപടി പറയാനുണ്ടായില്ല. സത്യമല്ലേ പാഞ്ചാലി പറഞ്ഞത്? പക്ഷേ തനിക്ക് ശാന്തനവന് ശാന്തത രക്ഷിക്കേണ്ട സന്ദർഭമാണിപ്പോൾ. താൻ ആയുധെടുത്താൽ ദുര്യോധനാദികളൊന്നും ഉണ്ടാവില്ല എന്നറിയാം. പക്ഷേ അദ്ദേഹം ശാന്തനവൻ ശാന്തനായി തന്നെ നിന്നു. ശാന്തൻ അവൻ എന്തും ശാന്തനാണ് എന്ന് തോന്നിച്ചു. അത്തരം സന്ദർഭങ്ങളിലും അദ്ദേഹമാണ് മരണം എങ്ങനെയാവണം എന്ന് കാണിച്ചത് അപ്പോൾ യാത്രയായത്. ഒരു ഭാഗത്ത് ഭഗവാൻ വന്നിരിക്കുക, മുത്തശ്ശ ഞാനിവിടെ ഇരുന്നോട്ടെ. നന്നായി, കൃഷ്ണൻ അവിടെ തന്നെ ഇരിക്കണം. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേബരം യാവദിദം ഹിനോമ്യഹം പ്രസന്ന ഹാസാരുണലോചനോല്ലസന്മുഖാംബുജ ധ്യാനപഥ ചതുർഭുജ. ഇത്ര കാലമായിട്ട് എൻ്റെ ധ്യാനപഥത്തിൽ കൂടെ മാത്രം ഞാൻ കൃഷ്ണനെ സ്തോത്രം ചൊല്ലി ഉപാസിച്ചു കൊണ്ടേയിരുന്നു. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. എൻ്റെ ഹൃദയമിടിപ്പ് അതാണെന്നറിഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ വന്ന് എൻ്റെ ഓരോ ഹൃദയമിടിപ്പും പുഷ്പാഞ്ജലിയായി എൻ്റെ കൃഷ്ണൻ സ്വീകരിച്ചു. ഇതൊക്കെ സാഹിത്യമായിട്ട് പറയാമെന്നല്ലാണ്ട് എന്താ തെളിവ്? ഇപ്പോൾ അത് ലോകം മുഴുവൻ വേണമെങ്കിൽ ഫോട്ടോ എടുക്കട്ടെ. ഭീഷ്മരെങ്ങനെ ഭഗവാനെ സ്വീകരിക്കുന്നു, ആരാധിക്കുന്നു എന്ന്. അതിന് ഭാഗത്തിന് ദേവദേവനായ ഭഗവാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ലോകം മുഴുവൻ കണ്ടു ഭീഷ്മരുടെ അടുത്ത് സിംഹാസനത്തിൽ ഭഗവാൻ വന്നിരിക്കുന്നു. അപ്പുറത്ത് അല്പം മാറി കാക്കലായിട്ട് ധർമ്മപുത്രനും കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ണീരൊഴുക്കുന്ന ധർമ്മപുത്രനോട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും കരഞ്ഞതിന് കാരണം തലയിലെഴുത്ത് എന്ന് പറയാം. എങ്കിലും അത് പറഞ്ഞ് ഭീഷ്മർ ഭഗവാനെ ഒന്ന് നോക്കിയിത്രേ. ഭഗവാൻ ചിരിച്ചുകൊണ്ട് തലതാത്തി. നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എന്ന്. തലയിലെഴുത്ത് എന്നുള്ളതിന് ഭീഷ്മർ ഉപയോഗിച്ച വാക്കെന്താണെന്നോ ഭാഗവതത്തിൽ? കാലപ്പഴ. കാലപ്പഴ. അങ്ങും അങ്ങയുടെ അമ്മയും ധർമ്മപുത്ര ഉണ്ണി ഒരിക്കലും കരയാൻ അർഹതയില്ലാത്തവരാണ്. എന്നിട്ടും ഞാൻ വിചാരിക്കുക, കേമന്മാരായ 5 മക്കളും ഞങ്ങളെപ്പോലെ കേമന്മാരാന്ന് വിചാരിച്ചിരുന്ന ആളുകളും നല്ല രക്ഷയ്ക്കുണ്ടായിട്ടും കുന്തിദേവി എന്നും കരഞ്ഞിട്ടേ ഉള്ളൂ. വൃഥ. ധർമ്മപുത്രരെ നിങ്ങൾ പാണ്ഡവന്മാരും കരഞ്ഞിട്ടേ ഉള്ളൂ. കരയാനൊരു കാരണവുമില്ലെങ്കിലും നിങ്ങൾ കരഞ്ഞതിൽ കാലപ്പഴാന്നേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാണ് ഇത്ര ഭീഷ്മർ ഭഗവാനെ നോക്കിയത്. ഭഗവാൻ ചിരിച്ചുകൊണ്ട് തലത്തു. കാല ഏവഹി. കാലപ്പഴ എന്ന് പറഞ്ഞാൽ കാലസ്വരൂപനായ ഈ കൃഷ്ണൻ തന്നെയാണ് നിങ്ങൾ കരയാൻ കാരണം എന്നാണ് ഭീഷ്മർ അറിവുള്ള ആളെ സത്യമായിട്ട് പറഞ്ഞ് ഭഗവാനെ നോക്കി പുഞ്ചിരിച്ചത്. ഭഗവാനും അത് അംഗീകരിച്ചു. കാലസ്വരൂപനായ ഭഗവാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുത്തെ ഇച്ഛപ്രകാരമാണ് നിങ്ങൾ ദുഃഖിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദുഃഖം വരില്ല. അപ്പോൾ പാണ്ഡവന്മാരുടെ ദുഃഖം ഗോപസ്ത്രീകളുടെ ദുഃഖം പോലെ ഒരു മാന്യമായ ദുഃഖമാണ്. അത് കൃഷ്ണനെ കിട്ടാനുള്ള ആദ്യത്തെ പടിയാണ്. ഗോപസ്ത്രീകൾ അത് കാണിച്ചില്ലേ? അവർക്ക് ദുഃഖം വന്നു. അവർ കാട്ടിൽ കൃഷ്ണനെ അന്വേഷിച്ച് നടന്നു, ജയതിദേധികം പാടി. കൃഷ്ണൻ വന്നു, ഇനി ദുഃഖമില്ല. ഇതുപോലെ കൃഷ്ണനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു ത്വര
ഉള്ളിലുണ്ടാവാനാണ് ദുഃഖം തന്നത്, കാലപ്പഴ വരുത്തിയത്. ഇന്നിപ്പോൾ കൃഷ്ണൻ നിങ്ങളുടെ ഒപ്പമുണ്ട്, ഇനി നിങ്ങൾക്ക് ദുഃഖമില്ല. ഇതാണ് ഭീഷ്മർ പറഞ്ഞതിൻ്റെ സാരം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഭീഷ്മർ വ്യാഖ്യാനിക്കാൻ തയ്യാറുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഭഗവാൻ യാത്ര ചോദിച്ച് പൂവായി എന്ന ധർമ്മപുത്രരോട് പറഞ്ഞു. ഭീഷ്മരുടെ മരണവും അദ്ദേഹത്തിൻ്റേതാകുന്ന പിതൃകർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന ചുമതലകളും ഒക്കെ വേണ്ട പോലെ ആയല്ലോ, ഇനി ഞാൻ പോവുകയാണ്. അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞി കരിഹിച്ചിൽ നാഥയ വ്യാധയ ക്ലേശാദൈവ ഭൂതാത്മഹേതവ അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞി കരിഹിച്ചിൽ. ഭഗവാൻ പോവാൻ ഒരുപ്പെട്ടപ്പോഴേക്കും അവിടെ എന്തെല്ലാം നന്മകൾ ഉണ്ടാവണോ അതൊക്കെ ഉണ്ട്. കൊട്ടിപ്പാടി സേവക്കാരെ കൊട്ടിപ്പാടി സേവയായിട്ട് ഭഗവാനെ യാത്രയക്കാൻ തയ്യാറായി. ശംഖനാദം മുഴക്കുന്നവർ ശംഖനാദം, മൃദംഗ ശംഖഭേര്യശ്ച വീണ പണവ ഗോമുഖ ധുന്ധുര്യാനക ഖണ്ഡാദ്യ നേതു ദുന്ദുഭയസ്തഥ. ഭഗവാന്റെ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുക. ഈ സകല ആളുകളും മട്ടുപ്പാവുകളിൽ പൂവ് കൊട്ടയായിട്ട് എടുത്ത് വർഷിക്കാൻ എങ്ങനെയെങ്കിലും ഇവിടെ പറയണോ സൂതൻ ശവനകാദികളുണ്ട് മസേഹിരേ വിമുഹ്യന്ത. ഭഗവാൻ പൂവായി എന്നുള്ള ആ സത്യം അത് ഓർക്കാൻ വയ്യ. സത്യം പരം ധീമഹി എന്നൊക്കെ ശ്ലോകമായിട്ട് ചെല്ലാന്നല്ലാണ്ട് കൃഷ്ണൻ പൂവുകയും സുഭദ്ര, ദ്രൗപദി, കുന്തി, വിരാടതനയ, ഗാന്ധാരി, ധൃതരാഷ്ട്രശ്ച, യൂർസു, ഗൗതമ, യമൗ, വൃകോദരശ്ച, ധൗമ്യശ്ച, സ്ത്രിയോ മത്സ്യസുതാദയ നസേഹിരേ വിമുഹ്യന്ത. എന്നാ ശരി, ഞാൻ പോയിട്ട് വരട്ടെ. ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ശരി കൃഷ്ണ പോയിട്ട് വരൂ എന്ന് പറയണ്ടേ? അതല്ലേ ഒരു മര്യാദ. പാവം ധൃതരാഷ്ട്രന് പോലും തൊണ്ടയിടറി മിണ്ടിയില്ല, പറയാൻ പറ്റണില്ല. പിന്നെ പാണ്ഡവന്മാരുടെ കഥ പറയാനുണ്ടോ? അനിത്യക്കുട്ടി സുഭദ്ര അതിൻ്റെ തലയിൽ കൈവച്ച് ഏട്ടാ പോട്ടേട്ടോ കുട്ടി എന്ന് പറയുമ്പോൾ എങ്ങനെ സുഭദ്ര ശരി ഏട്ടാന്ന് പറയും? ദ്രൗപദി, പാഞ്ചാലി, കുന്തിസ്തുതി രാവിലെ നമ്മൾ കേട്ടതല്ലേ. എന്താ കൃഷ്ണനോട് പറഞ്ഞത്? കുറച്ച് ആപത്ത് തന്നു പോണേ കൃഷ്ണ, ആപത്ത് തന്നു പോണേ, ആപത്തൊക്കെ ഇല്ലാണ്ടാക്കി പോണു എന്ന് കൃഷ്ണൻ പറയരുത്, ആപത്തൊക്കെ തന്നു പോവാന്ന് പറയണം എന്നപേക്ഷിച്ച കുന്തിദേവിയാണ്. ആ മുത്തശ്ശിയുടെയും പാദം വണങ്ങി യാത്ര ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്താ അത്? ഭവതോ ദർശനം യൽസ്യാൽ. കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആപത്ത് വേണമെന്ന് പറയണത്. അല്ലാണ്ട് ആപത്ത് അനുഭവിക്കാൻ മോഹമുണ്ടായിട്ടല്ല. കൃഷ്ണൻ ഞങ്ങൾക്ക് ആപത്തുണ്ടാവുമ്പോൾ വേറൊരിക്കലും ഉണ്ടാവില്ല, ഞങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ ആപത്ത് എന്ന് പറയുന്നത് കൃഷ്ണനെ ഉന്തിത്തള്ളി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കൃഷ്ണൻ്റെ പിന്നിൽ മറിഞ്ഞു നിൽക്കുന്നതാണ് ആപത്ത്. അപ്പോൾ ആപത്ത് എന്നുള്ള സാധനം ഉണ്ടാവണേന്ന് എങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കും? കൃഷ്ണനെ കൊണ്ടുവന്ന് തരുന്നത് ആപത്തുകളാണ്. എത്രയെത്ര ആപത്തുണ്ടോ അവിടെയൊക്കെ ആപത്തിൻ്റെ മുമ്പ് ചാടിക്കടന്നു വന്ന എന്താ അക്ഷമ്പങ്ങളൊക്കെ വേണ്ടത് എന്ന് കൃഷ്ണൻ ചോദിച്ചിട്ടില്ലേ? അപ്പം ഞാൻ എങ്ങനെ ആപത്ത് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാതിരിക്കും കൃഷ്ണ എന്ന് ചോദിച്ച കുന്തിദേവിയോടും യാത്ര പറഞ്ഞു. തേരിൽ കയറി കൊട്ടിപ്പാടി സേവക്കാർ വഴി നിരുന്നു. ആ കൊട്ടിപ്പാടി സേവയാണ് ഈ അധ്യായത്തിൽ ദ്വാരകാപ്രവേശം എന്നുള്ള ഭാഗത്ത് വളരെ പ്രധാനമായിട്ട് വേദവ്യാസം പറയണത്. എന്താ അത്? അവിടെ ഒരു പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ അധ്യായത്തിലെ നാട്ടുകാരെല്ലാവരും ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് പറയുന്ന സ്തുതിഗീതങ്ങൾ. എന്താ അതിന് പേര്? സർവശ്രുതി മനോഹര അന്യോന്യമാസീൽ സങ്കൽപ്പ ഉത്തമ ശ്ലോകചേതസാം കൗരവേന്ദ്രപുരസ്ത്രീണാം സർവശ്രുതി മനോഹര സർവശ്രുതി മനോഹര സർവശ്രുതി മനോഹര. അവിടെ എത്രയെത്ര വ്യാഖ്യാനങ്ങളാണ് ഓരോരുത്തരും ഈ 8 അക്ഷരത്തിന് കൊടുത്തിട്ടുള്ളത്. സർവശ്രുതി മനോഹരം എന്നുള്ളതിന് ഒരു വ്യാഖ്യാനം പറയണത് ഭക്തശിരോമണി വാഴകുന്നം എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട്, എല്ലാവർക്കും വേഗം മനസ്സിലാവും.
വേദങ്ങൾ മൗലിയിളക്കിക്കൊണ്ടാടിനാൻ വേദവേദ്യ നിന്നെ പറ്റി അങ്ങും. ഭാഗവതത്തിലെ ഏറ്റവും വേദാന്തം കട്ടിയായിട്ടുള്ള ഒരധ്യായമാണത്രേ. അറിവുള്ളവർ പറയണു എന്ത്? ശ്രുതിഗീത. ദശമസ്കന്ധത്തിലെ 87-ാം അധ്യായം ശ്രുതിഗീത. സർവവേദാന്തസാരം. ലോകത്തുള്ള എല്ലാ വേദാന്ത ഗ്രന്ഥങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും ഒന്നിച്ചു ചേർത്ത് അതിലെ വേദാന്തം എന്ന് വെച്ചാൽ ഈശ്വരനാണ് എല്ലാം, അല്ലാണ്ട് ഒരു അറിവിൻ്റെ അറ്റം വേറെ ഇല്ലല്ലോ. സവൈ അദ്ദേഹമാണ് എല്ലാം. തത് എന്ന് പറയണില്ലേ, ആ തത് ഭാവം അതാണ് സ എന്നുള്ളിടത്തും തൽ എന്നുള്ളിടത്തും. സ എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ എന്നർത്ഥമുണ്ട്. തത് എന്നാവുമ്പോഴോ അത് നപുംസക. അപ്പോൾ സ എന്ന് പറയുമ്പോഴത്തെ ആ പുരുഷനും തത് എന്ന് പറയുമ്പോഴത്തെ അത് എന്ന ആ നപുംസലിംഗമായ വസ്തുവും ഒന്നാണ്. സവൈകിലായം പുരുഷ, അതാണ് തത്വമസി എന്നാണ് നമ്മളെ വേദാന്തത്തിലെ ഏറ്റവും വലിയ വാക്കായിട്ട് കേട്ടിരിക്കുന്നത്. അത് നീയാകുന്നു അല്ലേ? ശബരിമല ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മളോട് ചിരിച്ചുകൊണ്ട് പറയാണ്ട് പറയണില്ലേ, അയ്യാ ഈ 18 പടി കയറി നീ ബുദ്ധിമുട്ടി ഇവിടെ വരെ വന്നു, വല്ല വിഷമം ഉണ്ടായിരുന്നു. തത്വമസി ഇതന്വേഷിച്ച് ഇവിടം വരെ കാരണ്യൊന്നുമില്ല. എത്ര എളുപ്പമാണ് അയ്യപ്പസ്വാമി നമ്മളോട് അത് പറഞ്ഞു തരണത് ആലോചിച്ചതല്ലേ? അതിനാണ് അവിടെ തത് എന്ന് ചേർത്തിരിക്കുന്നത്. അത് നീ തന്നെയാണ്. അതിനുള്ള അന്വേഷിച്ച് നീ ഇവിടം വരെ വന്നു, സന്തോഷം എന്നേ അയ്യപ്പസ്വാമിക്ക് നമ്മളോട് പറയാനുള്ളൂ. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും. സവൈകിലായം പുരുഷ പുരാതന, അത് തന്നെയാണ് ആ മഹാപുരുഷൻ. അപ്പോൾ ഇത് അറിവുള്ളവർക്കറിയാം, ശ്രുതിഗീതയാണ്. വേദാന്തത്തിൻ്റെ അപാരമായ 18ാമത്തെ പടി കടന്നുണ്ടാവുന്ന അനുഭൂതിയാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. ദർശനമാണെന്ന് പറയാൻ വയ്യ, കാഴ്ചയാണെന്നോ അല്ലെങ്കിൽ കേൾവിയാണെന്നോ പറയാൻ വയ്യ, അനുഭൂതി അത് നമുക്കുണ്ടാവണം. സർവശ്രുതി മനോഹര. നല്ല സംഗീതം കേട്ടാൽ ആളൊക്കെ ഹാ എന്താ ഇയാൾ ഹാ എന്ന് പറയണത്, അയാൾ സംഗീതം കേട്ട് ആസ്വദിക്കുക. അത് ശരി, എനിക്കത് തോന്നണില്ലല്ലോ. വേണ്ട, ആസ്വദിക്കുന്നവൻ ആസ്വദിക്കും അർത്ഥം. അപ്പോൾ അറിവുള്ളവന് ആ ശ്രുതിമനോഹരമായ സംഗീതം അങ്ങനെയില്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്നലെ അതിഗംഭീരമായ ആ ചെറിയ കുട്ടിയുടെ ഫിഡിൽ വയലിൻ കേട്ടു. എന്താ ആ കുട്ടിയുടെ കൈവിരൽ പ്രയോഗങ്ങൾ! അപ്പോൾ ഇതുപോലെ സകല ആളുകളും അംഗീകരിക്കണം. ഗുരുവായൂർ വൈദ്യയുടെ വേദിയിൽ ഈ ചെറിയ കുട്ടിയുടെ ഉണ്ടായപ്പോൾ ലോകം മുഴുവനും ആ കാഴ്ച കാണാൻ നോക്കി നിന്നില്ലേ. അപ്പോൾ സർവശ്രുതി മനോഹരമായ ഒരു സ്പർശം, ഒരു വീട്ടൽ, ആ ഒരു വീട്ടലിലും ഒരു സ്പർശത്തിലും അതിൻ്റെ ഗുണമറിയുന്നവൻ ബലേ ബലേ ഭേഷ്. അറിയാത്തവനാ എന്തപ്പോൾ ഇവിടെ ബലേ ഭേഷ് എന്ന് പറയാണ്ടായത് എന്ന് പറയും. അപ്പോൾ സർവശ്രുതി മനോഹരമായ വേദാന്തത്തിലെ അങ്ങേയറ്റത്തുള്ള അത് നീയാകുന്നു, അത് അവിടുന്ന് തന്നെയാകുന്നു എന്നത് സാക്ഷാൽ ശ്രുതിഗീതയിൽ 87-ാം അധ്യായത്തിൽ പറഞ്ഞത് ഇവിടെയുള്ള വെറും നാടൻ പെണ്ണുങ്ങൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവരിതൊന്നും മനസ്സിലാക്കിയിട്ടല്ല, വേദാന്തം പഠിച്ചവരല്ല. പക്ഷേ ശ്രീകൃഷ്ണൻ പോകുമ്പോൾ സവൈകിലായം പുരുഷ പുരാതന എന്ന് വിരൽ ചൂണ്ടി അവർ പറയണു. എന്താ വേദാന്തത്തിൻ്റെ അവസ്ഥ? പാവം വേദാന്തത്തിലെ വാക്കുകൾക്ക് ഇതാണ് ഈശ്വരൻ എന്ന് പറയാൻ വശമല്ല. പിന്നെയോ വേദാന്തത്തിന് മാക്സിമം നേതി 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 എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത്രേ എന്ന് പറഞ്ഞാൽ അതുമല്ല അതുമല്ല അതുമല്ല, അല്ലെങ്കിൽ ഇത്രയുമല്ല 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 എന്നേ വേദാന്തത്തിന് പറയാൻ പറ്റുള്ളൂ. ഇതാണ് എന്ന് പറയാൻ വേദാന്തവും ഒന്ന് പരുങ്ങും. അപ്പോൾ അത് പറയാൻ പറ്റാത്ത വേദാന്തം ഇതുമല്ല ഇതുമല്ല ഇത്രയുമല്ല ഇത്രയുമല്ല എന്ന് പറയാം. ഇത്രയുമാണ് ഈശ്വരൻ ബ്രഹ്മം എന്ന് പറയാൻ വേദാന്തത്തിനും പറ്റണില്ല. അപ്പോൾ ആ വേദാന്തത്തിന് പറയാൻ പറ്റാത്ത,
വേദാന്തത്തിന് പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ആ വസ്തുവിനെ ഈ നാടൻ പെണ്ണുങ്ങൾ ദേ വഴിക്കുന്ന ചൂണ്ടിക്കാണിക്കും. ദേവോടും ഈശ്വരൻ, നമ്മുടെ ഈശ്വരൻ, ശ്രീകൃഷ്ണൻ, ശ്രീഹരി, ശ്രീവാസുദേവൻ, ശ്രീനാരായണൻ, യാതൊരു കൂസലുമില്ലാണ്ട് പറയണു. നന്ദനന്ദനൻ, യശോദാനന്ദനൻ, ഗോപീവല്ലഭൻ, എത്ര 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 തവണ വേണമെങ്കിലും അവർത്തേക്ക് സവൈകിലായം 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 എന്ന് അവർക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ സർവശ്രുതി മനോഹര. അല്ലയോ വേദാന്ത ഗ്രന്ഥങ്ങളെ, നിങ്ങൾ പഞ്ചപുച്ഛമടക്കി മാറി നിന്നോളൂ. ഈ നാട്ടിലെ ശ്രീകൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുള്ള ചൂണ്ടാണി വരെയുള്ള ഈ സ്ത്രീകളാണ് നിങ്ങളെക്കാളും കേമത്തികളെന്ന് പറയേണ്ടി വരുന്നു. ഭാഗവതത്തിൻ്റെ നിലപാട് അതാണ് വേദാന്തം എങ്ങനെ നമുക്കൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിക്കാൻ പറ്റും എന്ന് വേദവ്യാസനോട് നാരദൻ പറഞ്ഞതും നാരദൻ വാക്ക് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത രീതിയിൽ വേദവ്യാസൻ അതിനെ വിപുലപ്പെടുത്തിയതും. അല്ലെ, 17 പുരാണങ്ങളും കഴിഞ്ഞ് ഭാഗവതം ഒന്ന് ആദ്യം എഴുതാൻ വെറുതെ വേദവ്യാസനോട് നാരദൻ പറഞ്ഞതല്ല. തൻ്റെ അച്ഛനിൽ നിന്ന് താൻ ഉൾക്കൊണ്ടത് താൻ വേദവ്യാസന് പറഞ്ഞു കൊടുത്ത് ശ്രീവാസുദേവ സർവമിതി വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ശ്രീവാസുദേവനെ പറ്റി അങ്ങ് ഭാരതത്തിലൊക്കെ 100,000 ശ്ലോകം എന്നാണല്ലോ പറയാറ്. പറഞ്ഞിട്ടുണ്ടെങ്കിലും വേണ്ട പോലെ പറഞ്ഞിട്ടില്ല. അത് നാരദന് ധൈര്യപൂർവം വ്യാസൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി പറയാൻ സാധിച്ചു. വ്യാസൻ അങ്ങ് കൃഷ്ണദ്വൈപായനൻ എന്ന പേരിൽ പ്രസിദ്ധനാണ്, എല്ലാ യോഗ്യതകളും തികഞ്ഞ ആളാണ്, ശ്രീശുകൻ്റെ അച്ഛനാണ്, കാര്യമൊക്കെ ശരി. പക്ഷേ എന്നിട്ടും അങ്ങ് ശ്രീവാസുദേവനെ പറ്റി വേണ്ട വിധത്തിൽ പൂർണ്ണമായി പറഞ്ഞില്ല മഹാഭാരതത്തിൽ. അതാണ് അങ്ങയുടെ മനസ്സിന് എന്താ എൻ്റെ മനസ്സിനൊരു സുഖം കിട്ടാത്ത, എന്താ എൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവാത്ത. ഞാൻ ഇത്രയൊക്കെ പണിയെടുത്തിട്ടും വേദത്തെ 4 ആക്കി വിഭജിച്ചു, അതൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടുല്ലോ. വേദാന്ത ഗ്രന്ഥങ്ങൾ അനവധി നിർമ്മിച്ചു, 17 പുരാണങ്ങൾ നിർമ്മിച്ചു. എന്നിട്ടും എന്താ അത്? ആ 18ാമത്തെ ജയം എന്നുള്ളത് വേദവ്യാസന് ഇപ്പോഴും ആയിട്ടില്ല. അപ്പോഴാണ് നാരദം എന്ന് പറയുന്നത്, ജയം അങ്ങയുടെ കയ്യിലുണ്ട്, അങ്ങ് ശ്രീവാസുദേവനെ പറ്റി പുതിയൊരു രീതിയിലോ വിമൂഢൻ, പുതിയ രീതിയിൽ പറയൂ. എന്താ അത്? വേദവ്യാസം പറഞ്ഞതിൻ്റെ അങ്ങേയറ്റത്തേത് മഹാഭാരതത്തിൽ ഇങ്ങനെയാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്ത്? നിങ്ങൾ പരോപകാരം ചെയ്യൂ, പരോപകാര പുണ്യായ പാപായ പരപീഡനം, പരോപകാര പുണ്യായ പാപായ പരപീഡനം. ഈ 2 വരികളെ വേദവ്യാസൻ എല്ലാ പുരാണങ്ങളിലും എല്ലാ വേദാന്ത ഗ്രന്ഥങ്ങളിലും കൂടി നമ്മളോട് ഉപദേശിച്ചിട്ടുള്ളൂ. അത് നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? അത് നമുക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. 17 പുരാണങ്ങളിലും ഇതിഹാസാദികളിലും കൂടി വേദവ്യാസം പറഞ്ഞത് ഒറ്റക്കാര്യം മാത്രം, പരോപകാര പുണ്യായ പാപായ പരപീഡനം എന്നാണ്. പരോപകാരം ചെയ്യണം, പരപീഡനം ചെയ്ത് പാപം സമ്പാദിക്കരുത്. പരോപകാരമാണ് പുണ്യം, പരോപദ്രവം പാപം തന്നെയാണ്. ഇത് ആരൊക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ? നമ്മളതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ വേണ്ടതുപോലെ വേദവ്യാസം പറഞ്ഞത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ വേദവ്യാസനും ആ നിരാശയിലായിരുന്നു. താൻ പറഞ്ഞതെല്ലാം കൂടി ഇപ്പം നാരദൻ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് മനസ്സിലാവണം, ശരിയാണല്ലോ, താൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണല്ലോ. എന്നിട്ട് താൻ ഇപ്പോഴും വേണ്ട പോലെ പരോപകാരം പൂർണ്ണമാക്കി ചെയ്തില്ല എന്നും നാരദൻ പറയണു. കാരണം ശ്രീവാസുദേവനെ പറ്റി വേണ്ട പോലെ പറഞ്ഞില്ല. മഹാഭാരതത്തിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഗവതത്തിൽ പറഞ്ഞതുപോലെയല്ല മഹാഭാരതത്തിൽ വേദവ്യാസൻ ശ്രീകൃഷ്ണനെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അത് മനസ്സിലാക്കണം ലോകത്തിന്. അത് മനസ്സിലാക്കി കൊടുത്തു നാരദൻ പറഞ്ഞപ്പോൾ എഴുതിയ ഭാഗവതത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ശ്രീശുകൻ എന്ന വ്യാസപുത്രൻ അച്ഛൻ ഭാഗവതം ഉണ്ടാക്കിയതിന് ശേഷം, നാരദനൊക്കെ പോയതിന് ശേഷം ഭാഗവതത്തിലെ ഒരു ശ്ലോകം അറിയാതെ എന്നും എപ്പോഴും പാടിക്കൊണ്ടേയിരിക്കും.
സ്വന്തം മകൻ ഉണ്ണി എന്ന് വേദവ്യാസം വിളിച്ചാലും തിരിഞ്ഞു നോക്കാതെ അച്ഛന് തുടങ്ങി. എന്നെ കണ്ട അച്ഛൻ എടുക്കണം, മടിയിൽ വെക്കണം, ലാളിക്കണം എന്നൊക്കെയാണ്. ഞാൻ ശരീരവും കൂടി കാണിക്കാണ്ട് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒക്കെ അച്ഛൻ ഉണ്ണീന്ന് വിളിക്കും. വേദവ്യാസൻ്റെ പുത്രൻ ശ്രീശുകൻ എന്ത് ചെയ്യുന്നോ, അച്ഛനെടുത്ത് മടിയിൽ വെച്ച് ലാളിച്ച് മതിയാവണമെന്ന് മോഹിച്ച് വിളിക്കുകയാണെന്ന് അറിയണതുകൊണ്ട് ചിലപ്പോൾ തൻ്റെ ശരീരവും കൂടി കാണിക്കാതെ അച്ഛൻ്റെ മുമ്പിൽ കൂടെ പോകും. പുത്രേതി ഉണ്ണീ ശുകാ എന്ന് അച്ഛൻ വിളിക്കുമ്പോൾ തന്മയതയാ തരവോഭിനേതു. മകൻ്റെ സൂത്രം അച്ഛനെടുത്ത് മടിയിൽ വയ്ക്കാൻ എന്താ അച്ഛാ എന്താ അച്ഛാ എന്താ അച്ഛാ എന്താ അച്ഛാ എന്തിനാ എന്നെ വിളിച്ചതെന്ന് പുഴകൾ വിളി കേൾക്കും, പാറകൾ വിളി കേൾക്കും, മരങ്ങൾ വിളി കേൾക്കും, കല്ലുകൾ വിളി കേൾക്കും. എല്ലാവർക്കും പ്രതിധ്വനി പോലെ മകൻ്റെ ശബ്ദം എന്താ അച്ഛാന്ന്. അപ്പം എന്താ അർത്ഥം? എല്ലാദിക്കിലും മകനുണ്ട്. എല്ലാദിക്കിലും ഉള്ള മകനെ കാറ്റായിട്ടും വെള്ളമായിട്ടും കല്ലായിട്ടും മരമായിട്ടും പുഴയായിട്ടും ആകാശമായിട്ടും ഒക്കെ നിൽക്കണ മകനെ അച്ഛനെടുത്തോളൂ, മടിയിൽ വെച്ചോളൂ, കെട്ടിപ്പിടിച്ചോളൂ, ഞാൻ വരില്ല അച്ഛൻ്റെ അടുത്തേക്ക് എന്ന് മകൻ പറയണ പോലെ തന്മയതയാ തരവോ അഭിനയതു തം സർവഭൂതഹൃദയം മുനിം. എൻ്റെ ഉണ്ണി എല്ലാ ദിക്കിലും നിറഞ്ഞ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണെന്ന് എന്നെ പഠിപ്പിക്കുകയാണ്. വേണ്ട, എനിക്കത്ര ആയിട്ടില്ലായിരിക്കാം എന്ന് വിചാരിച്ച് വേദവ്യാസൻ സമാധാനിക്കും. അപ്പോൾ മകനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ലാളിക്കാനും പാവം അച്ഛന് സാധിക്കാറില്ല. അങ്ങനെ ഇരിക്കെ ഭാഗവതം നിർമ്മിച്ചതിന് ശേഷം ഭാഗവതത്തിലെ ഒരു ശ്ലോകം അച്ഛൻ എപ്പോഴും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂളിപ്പാട്ടും പാടി നടക്കണ പോലെ പാടും. എന്താ അത്? ബരുഹാവീടം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദേർവൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി. ഉണ്ണികൃഷ്ണൻ വൃന്ദാവനത്തിൽ ശരത്കാലത്ത് ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഓടക്കുഴൽ വിളിക്കുന്നു. ഇന്നും മധുരയിൽ പോയവർക്കറിയാം, അവിടെ ഒരു മരത്തുമ്പം നിറയെ പല പല വസ്ത്രങ്ങളും സാരികളും പട്ടുകളും ഒക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെയാണത്രേ ശ്രീകൃഷ്ണൻ പണ്ട് ഓടക്കുഴൽ വിളിച്ചിരുന്ന മരം. ആ മരം പോയി പിന്നെ മരം ഉണ്ടായിട്ടുണ്ടാവും കാലം കൊണ്ട്. 8000 കൊല്ലം ഒക്കെ ഒരു മരം നിന്നോളണമെന്നില്ലല്ലോ. എങ്കിലും ഇപ്പോഴും അറിവുള്ളവർ പറയണു, അനുഭവമുള്ളവർ പറയണു, ആ മരത്തുമ്മ ചെവി വെച്ചാൽ ഓടക്കുഴലിൻ്റെ ശബ്ദം കേൾക്കാം. അത്രേ ഭാഗ്യം കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഓടക്കുഴലിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ല, പക്ഷെ കേൾക്കാറുണ്ട് എന്ന് അവിടെയുള്ളവർ പറയണു. അവിടെ നമ്മളോട് അനുഭവമായിട്ടും പറയണു. ഭാഗ്യമുള്ളവർക്ക് കേൾക്കാം. ഓടക്കുഴലിൻ്റെ ശബ്ദം ഈ മരത്തുമ്മ ചെവി വെച്ചാൽ കേൾക്കാത്രേ. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടക്കുഴൽ വിളിച്ച് നിന്നിരുന്ന മരമാണ് എന്ന് അവിടെ ചെന്നാൽ പറയും അവിടെയുള്ളവർ. അപ്പോൾ അതാണ് വൃന്ദാവനത്തിലെ അനുഭവം. അവിടെയുള്ള ഓടക്കുഴൽ വിളി വേദവ്യാസൻ തൻ്റെ ഭാഗവതത്തിൽ എഴുതിയത് എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ആ ശ്ലോകം ബർഹാപീഠം നടവരവു. അച്ഛൻ പുത്രേതി എത്ര വിളിച്ചിട്ടും വിളി കേൾക്കാത്ത മകൻ ഈ ശ്ലോകം അച്ഛൻ ചൊല്ലണ കേട്ടപ്പോൾ വന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. അച്ഛാ, ഇതെനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് മടിയിൽ അവിടെ ഇരുത്തി. അപ്പോൾ മഹ്യം പുത്രായ ശാന്തായ പരം ഗുഹ്യവിധം ജഗൗ. നോക്കൂ, ജഗൗ എന്ന വാക്ക് എന്താ? അത് സംസ്കൃതത്തിൽ ജഗൗ എന്ന വാക്കിന് പറഞ്ഞു എന്നും അർത്ഥമുണ്ട്, പാടി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ വേദവ്യാസൻ മകനെ എടുത്ത് മടിയിൽ വെച്ച് ഈ ശ്ലോകം പറയല്ല, നേരെ മറിച്ച് പാടിക്കേൾപ്പിച്ചു തൻ്റെ മകനെ. അതാണ് ശ്രീശുകൻ ലഹരി പിടിച്ച് ഭാഗവതം മുഴുവനും അച്ഛനിൽ നിന്ന് കേട്ടിട്ടേ ഞാൻ ഇവിടുന്ന് എണീച്ച് പോവുള്ളൂ എന്ന് പറഞ്ഞിരുന്നത്. അച്ഛൻ വിളിച്ചാൽ വിളി കേൾക്കാതെ ഓടിപ്പോയിരുന്ന മകൻ ഇന്ന് അച്ഛൻ്റെ മടിയിലിരുന്ന് ഭാഗവതം മുഴുവനും കേട്ടു, കൃതാർത്ഥനായി. അതാണ് ഭാഗവതത്തിൻ്റെ പൂർണ്ണത എന്ന് അച്ഛനും മകനും ഒരുപോലെ തോന്നി. ആ പൂർണ്ണമായ ഭാഗവതമാണ് വേദവ്യാസൻ മകന് കൊടുത്തത്, ശ്രീശുകന് കൊടുത്തത്, ശ്രീശുകൻ പരീക്ഷത്തിന് കൊടുക്കാൻ നിശ്ചയിച്ചത്. അത് സൂതം പറയണു. അവിടെ ശൗനകാദികളെ ഞാൻ ചെന്നിരുന്നപ്പോൾ പരീക്ഷത്തിന് ഭാഗവതം കൊടുത്ത ഗുരുനാഥൻ ശ്രീശുകൻ എനിക്കും
താൻ ഇവിടെ മുഴുവൻ ഇരുന്ന് കേട്ടു അല്ലേ, നന്നായി, ഇത് വേഗം നീ ശൗനകാദികൾക്ക് പോയി പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വിട്ടത്. ഞാനത് ആവുന്നത് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂതൻ ഇതാ ഭഗവാന്റെ ഭീഷ്മരെ അനുഗ്രഹിച്ചതിന് ശേഷമുള്ള ദ്വാരകാപ്രവേശവും ദ്വാരകയിലെ സകല ആളുകളെ ആനന്ദിപ്പിച്ചുകൊണ്ട് അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷിത്ത് ജനിച്ചു എന്ന് കേട്ട് വേഗം ഉത്തരയുടെ ഉണ്ണിയെ രക്ഷിച്ച ഗർഭത്തിൽ പോയി താമസിച്ചിരുന്ന ഭഗവാൻ ഇന്നിപ്പോൾ പുറമേയുള്ള ഒരാളെ പോലെ വന്ന് ഉത്തരയുടെ ഉണ്ണിയെ എടുത്ത് ലാളിച്ച് ചുംബിച്ച് ആ ഉത്തരയ്ക്ക് വേണ്ടുന്ന സന്തോഷം കൊടുത്ത് ഇവനിലൂടെ വേണം ഭാഗവതം ഇനി വളരാൻ എന്ന് വിചാരിച്ചതുമായ കഥാഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ അനുസ്മരിക്കാനുണ്ടായിരുന്നത്. അതൊക്കെയാണ് നമ്മളിപ്പോൾ അനുസ്മരിച്ചത് എന്ന് വിചാരിക്കുക. ഭഗവാന്റെ ദ്വാരകാപ്രവേശം തിരിച്ച് ഈ പരീക്ഷത്തിന് ഭാഗവതം കൊടുക്കാനുള്ള ചുംബനങ്ങൾ കൊടുത്തേൽപ്പിച്ച് പോയതുമായ കഥാഭാഗങ്ങൾ അതൊക്കെ ഭാഗവതത്തിലുള്ളത്. സന്ദർഭോചിതം നമുക്ക് ഇനിയും അനുസ്മരിക്കാനിടവരട്ടെ. മടിയൂർ അദ്ദേഹത്തിൻ്റെ ഈ പരമപാവനമായ സ്മരണയുടെ മുമ്പിൽ നമുക്കൊക്കെ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും പങ്കുകൊള്ളാനിടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.